ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ എഴുതിയത്. ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അൽ-ഇർഫാദിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത് കേട്ടോളൂ. ഇനി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ പോണ്ട. അൽ-ഇർഫാദ് മാസിക, അൽ-ഇർഫാദ് മാസികയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. ഖുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ ഇതിന്റെ അറബി? മുവഹിദുകളായിരുന്നു ഖുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവർ കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. ഇപ്പൊ എന്തേ പറഞ്ഞത്? ഇപ്പൊ എന്തേ പറഞ്ഞു? അവര് മുവഹിദുകളായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണ്ട എന്ത് മൗലവി അൽ-ഇർഫാദിൽ എവിടെ മുവഹിദ് എന്ന് എഴുതിയത്? അതിന് നിങ്ങളെ മറ്റേ മറുപടി എന്നെ പറയുള്ളത്. മുവഹിദ് നിങ്ങൾ അറബിയിൽ എഴുതിയിട്ടില്ല. ഏകദൈവ വിശ്വാസി അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എഴുതിയില്ലേ, അതിന്റെ അറബിയാണ് മുവഹിദ് അല്ലെങ്കിൽ മുവഹിദീന അല്ലെങ്കിൽ മുവഹിദൂന എന്നൊക്കെ പറഞ്ഞാൽ എന്നേ ഇപ്പൊ തൽക്കാലം അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ കേട്ടപ്പോ, എല്ലാ വിശദീകരണങ്ങളും അങ്ങ് കേട്ടപ്പോ പേരോട് മുസ്ലിയാർക്ക് മനസ്സിലായി എന്ത്? മുശ്രിക്കുകൾ അള്ളാനെ അംഗീകരിച്ചവരാണ് എന്നിപ്പോ ഇവിടെ സമ്മതിക്കേണ്ടി വരികയാണ്. ഇപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല. മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നായപ്പോ പേരോട് അടവ് മാറ്റുകയാണ്. എന്താ പേരോടിന്റെ അടവ് അറിയോ? അതൊന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ. എന്താ മൂപ്പര് പറയുന്നറിയോ?